ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു സങ്കടത്തിൻ്റെ വീഡിയോ ആണ്. കാരണം ഏട്ടൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോവുകയാണ്. അതിൻ്റെ പാക്കിങ്ങും അവൻ പോണതിൻ്റെ വീഡിയോസാണ്. അത്ര സുഖമില്ല, നമുക്ക് സങ്കടമാണ്. കാരണം പോവുകയല്ലേ, ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമല്ലേ. ഇത്രയും ദിവസം നമ്മുടെ കൂടെ കിടന്നിങ്ങനെ തിരിഞ്ഞ് നടന്നാൾ പെട്ടെന്ന് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് വീടാകെ ഉറങ്ങിയൊരു ഫീലാണ്. അങ്ങനെ ഇന്ന് അവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യണത് പോയി നോക്കാം. പാക്ക് ചെയ്ത് കഴിഞ്ഞാ എല്ലാം എടുത്ത് വെച്ചടാ. ഇതെന്താ കയ്യില്? അങ്ങനെ ഏട്ടൻ പാക്കിയൊക്കെ ചെയ്ത്. സങ്കടം ഉണ്ടടാ? ഇനി എപ്പോഴാ വരിക? ഏട്ടൻ ഭയങ്കര സങ്കടത്തിലാണ്. പാക്കൊക്കെ ചെയ്തതാ, ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ സോകമാണ്. ആശുണ്ണിയാണെങ്കിൽ ഇതൊന്നും പറയണ്ട, ആശുണ്ണി ഫുൾ ഉറക്കമാണ്. കണ്ടോ, അവൻ നല്ല കൂളായിട്ട് നല്ല ഉറക്കമാണ്. ഇവിടെ എന്താ നടക്കണത് പോലും അവനൊന്നും അറിയുന്നില്ല. അച്ഛൻ പോവുകയാണെന്നൊന്നും അവൻ അറിയത്തില്ല. അവൻ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ട്രെയിന് 6:45 കേരള. സങ്കടപ്പെടണ്ട, വെച്ച് കരയണ്ട, പോട്ടെ, സാരില്ല. കരച്ചിൽ വരുന്നുണ്ടാ? പൊട്ടിക്കരയി അങ്ങോട്ട് വിങ്ങിക്കരയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമല്ലോ, പിന്നെന്താ? അത് അച്ഛൻ പോവേ ആകുമുണ്ടോ പട്ടാളത്തേക്ക്? അതവിടെ വിക്കി, നീ പട്ടാളത്തിൽ പോണ്ട. അച്ഛൻ പോവാണ്. ഇനി 2 മാസമൊക്കെ ആയിട്ട് വരുള്ളൂ. ഇനി എപ്പോഴാ അച്ഛൻ വരിക? ഓണത്തിനല്ലേ, ആകുവിന്റെ ബർത്ത്ഡേക്ക്. സങ്കടം ഉണ്ടാകും. ആകു ഭയങ്കര സങ്കടത്തിലാണ്. ഫുഡ് രാത്രിക്ക് വാഴയിലയിൽ ചോറ്. എന്താ കറി? ചോറെന്താ? ഓക്കെ. അപ്പൊ ഫുഡെല്ലാം പാക്ക് ചെയ്യാം. അടുത്ത വ്ളോഗാണ് കേട്ടോ അത്. ഏട്ടൻ വ്ളോഗ് എടുക്കുകയാണ്. ഞാനും വീഡിയോ, രഞ്ജു വീഡിയോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ. ആകെ മുടിയൊക്കെ വെട്ടി ഫ്രീക്കായിട്ടുണ്ട്. അങ്ങനെ ഏട്ടന് പോകാനുള്ള സമയമായി കേട്ടോ. ഏട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് ഏട്ടൻ വിളക്ക് വെക്കാൻ പോവുകയാണ്. വിളക്ക് വെക്കാൻ പോയപ്പോഴാണ് അവിടെ തീപ്പെട്ടി കാണാനില്ല. ഇന്നലെ രാത്രി ആകു തീപ്പെട്ടി എല്ലാം എടുത്ത് കളിച്ച് ഫുൾ അലമ്പാക്കി. അതിൻ്റെ കോലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മൊത്തം കളഞ്ഞിരിക്കുക പുറത്ത്. ലാസ്റ്റ് അമ്മ വീണ്ടും ഒരു തീപ്പെട്ടി എടുത്തു കൊടുത്ത്. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച് ഞാൻ ക്യാച്ച് ഇട്ട് കൊടുത്തത് അവന്. ആകും ഏട്ടനും കൂടി പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഇനി സമയമില്ല, ഇനി ട്രെയിൻ ലേറ്റ് ആവും നിന്ന് കഴിഞ്ഞാൽ. ഇവനെ എടുക്കുന്ന ആകൊരുമ്മ എടുക്കടാ. ആകൊരുമ്മ എടുക്ക്. അവനാണെങ്കിൽ പോണ സങ്കടത്തിലാണ്. അപ്പോഴാണ് ആകു ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ വന്നിട്ട് അവൻ ഒരേ വാശി ഞാനും വരണം പറഞ്ഞിട്ട്.
ആദ്യം ഇന്ദ്രും അവനും കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് അവൻ ഒരുപാട് വാശി പിടിക്കുന്നുണ്ട്. അപ്പം അവൻ ശരി എന്നാൽ അവനെയും കൂട്ടിയിട്ട് പോവാം, ഞങ്ങൾ മൂന്നാളും കൂടെ പോവാൻ പറഞ്ഞിട്ട് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛൻ ഷൂ ഇടുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഷൂ ഒക്കെ ഇട്ടു അവരിറങ്ങാൻ പോവുകയാണ്. ആ സാരല്ല. എടുക്ക് വണ്ടി എടുക്ക. വേണ്ട. അങ്ങനെ എൻ്റെ സ്കൂട്ടിയൊക്കെ എടുത്തു. ബാഗ് വണ്ടിയിൽ വയ്ക്കാൻ പോകണം. വലിയ ലഗേജൊന്നുമില്ല, ഒരു ഷോൾഡർ ബാഗും ഒരു ട്രോളി മാത്രമേ ഉള്ളൂ. ലഗേജായിട്ടൊന്നും കൊണ്ടുവന്നിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്രാവശ്യം വരുമ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ പെട്ടെന്നാണ് ഏട്ടനൊരു എമർജൻസി ആയിട്ട് ഏട്ടനൊരു സ്ഥലത്ത് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഏട്ടനെ ഉണ്ടായിരുന്നില്ല കൊണ്ടാക്കാൻ. ഏട്ടൻ കൊണ്ടാക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് കാറെടുത്ത് ഏട്ടൻ പോയി. അതുകൊണ്ട് പിന്നെ സ്കൂട്ടിയിൽ പോകാൻ വെച്ചു. പിന്നെ ലഗേജും ഇല്ല, പിന്നെ ഓട്ടോ വേണ്ടല്ലോ, വെറുതെ എന്തിനാ ഓട്ടോ വിളിക്കുന്നതായിട്ട്. എന്തായാലും അവൾ കൊണ്ടാക്കുമല്ലോ, അതുവരെ പത്തിരിപ്പാല വരെ ഒരുമിച്ച് പോകാമല്ലോ. അങ്ങനെ സ്കൂട്ടി എടുത്തു. ശരി, ബൈ, ടാറ്റാ. ടാറ്റാ. അങ്ങനെ ഞാൻ അവൻ്റെ ഈ ബുള്ളറ്റ് അവൻ വരുന്ന വരയ്ക്ക് ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇടയ്ക്ക് ഞാനൊന്ന് സ്റ്റാർട്ടാക്കും, അത്രയേ ഉള്ളൂ. അത് പിന്നെ ഏട്ടൻ്റെ ബുള്ളറ്റാട്ടോ, ഏട്ടൻ നാളെ കൊണ്ടുപോകും. അവൻ പോയപ്പോൾ തന്നെ ആകെ വീടാകെ ഉറങ്ങി. എന്തോ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കായ ഫീൽ വരില്ല. എന്നും ഒരു വീട് ആരും ഇല്ലാത്തൊരു ഫീലായി, വീട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞൊരു ഫീലായി. അമ്മ ആശുവിനെ ഉറക്കം വന്നിട്ട് അമ്മ ആശുവിനെ തൊട്ടിയിലിട്ട് ആട്ടുകയാണ്. അങ്ങനെ ഏട്ടൻ പോയി. ഇനിയിപ്പോൾ അടുത്ത ലീവ് കിട്ടണ വരയ്ക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും അവൻ ജൂണിൽ വരും. ആഗുവിൻ്റെ ബർത്ത്ഡേക്ക് വരണം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ലീവ് കിട്ടുകയാണെങ്കിൽ ജൂണിൽ വരും. അപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞാൽ വീണ്ടും വരും. എന്നാലും പോകുമ്പോൾ ഒരു സങ്കടമാണ്. എത്ര ലീവ് ഉണ്ടെങ്കിലും തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. വീട് എല്ലാവരും മിസ് ചെയ്യുക, ഭയങ്കര സങ്കടമാണ്. ഏട്ടനും ഭയങ്കര സങ്കടമാണ്, കരച്ചിലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാനപ്പോൾ പറഞ്ഞ 1 മാസം കഴിഞ്ഞാൽ വീണ്ടും വരുമല്ലോ, സങ്കടപ്പെടേണ്ടായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് ഭയങ്കര സങ്കടം തന്നെയായിരിക്കും. ഇനിയിപ്പോൾ 23-ാം തീയതി എൻ്റെ ഏട്ടനും പോവുകയാണ്. 45 ദിവസം ലീവ് എത്ര പെട്ടെന്നാണ് പോയെന്ന് അറിഞ്ഞില്ല. 23-ാം തീയതി ഇനിയിപ്പോൾ ഏട്ടൻ പോവും. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസം 1.5 മാസം ഒന്നുമല്ല, ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ തന്നെ വരുള്ളൂ. ഓണത്തിന് തന്നെ ആയിരിക്കും മിക്കവാറും ലീവിന് വരുള്ളൂ. അപ്പം എല്ലാവരും വന്നു, എല്ലാവരും പോകാനുള്ള ടൈമുമായി. ഇനിയിപ്പോൾ അടുത്ത ലീവ് കിട്ടുന്നവരേക്കും ഞങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ലീവിന് വേണ്ടിയിട്ട്. എപ്പോഴാണ് വരണേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പോകുമ്പോൾ ഭയങ്കര സങ്കടമോ, അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.